പിന്നെ ഇവിടെ കാണിക്കാൻ പോകുന്നത് രണ്ട് ബെഡ്റൂമാണ്. ഒന്ന് മാസ്റ്റർ ബെഡ്റൂം, നോർമൽ ബെഡ്റൂം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു ടെക്സ്ചർ പെയിന്റ് നമ്മൾ ഫോർമൽ ലിവിങ്ങിൽ കാണിച്ചത്. ഇവിടെ ഒരു കൺസോൾ ടേബിള് ഇവിടെ നൽകിയിട്ടുണ്ട്, നല്ല മരത്തിൻ്റെ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബെഡ്റൂം കാണാം അല്ലേ. ഈ ബെഡ്റൂമിൻ്റെ സൈസ് നമ്മളിതിൻ്റെ നേരെ മുകളിൽ തന്നെ ബെഡ്റൂം വരുന്നുണ്ട്, അവിടെ വെച്ചിട്ട് പറയൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിങ് സൈസ് കോട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു കോട്ടിൻ്റെ ഹൈറ്റ് സാധാരണ നമ്മൾ 30 സെൻറ്റിമീറ്റർ ആണ് നോർമൽ ഹൈറ്റ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, 45 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 10 ഇഞ്ചിൻ്റെ ബെഡും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കുഷ്യനാണ് അല്ലേ. ആ ഒരു ഗ്രേ കളറിൽ ഈ ഒരു ബെഡിനോടൊക്കെ മാച്ച് ആവുന്ന രൂപത്തിൽ തന്നെ ആ ഒരു ഗ്രേ കളറിലാണ് ആ ഒരു കുഷ്യൻ നൽകിയിട്ടുള്ളത്. പിന്നെ മുകളിൽ നമ്മളൊരു ബോർഡർ നൽകിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ബെഡ്റൂം നമ്മൾ ഡിസൈൻ ചെയ്ത ആ ഒരു രൂപത്തിൽ തന്നെ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിംഗ് ജിപ്സം സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത് എങ്കിലും അതിലൊരു വെനിയർ ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഫോൾഡബിൾ ആണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇതേപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡി ടേബിളാണ്. കാരണം ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യം സമയത്ത് ഇത് എടുത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാന്നുള്ള രൂപത്തിലാണ്. പിന്നെ അതേപോലെ തന്നെ മുകളിൽ സ്റ്റോറേജ് യൂണിറ്റ് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഓപ്പൺ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡ് ബോക്സ് അത്യാവശ്യം ഹൈറ്റ് കൂടിയിട്ടുള്ള സൈഡ് ബോക്സ് ആണ് നൽകിയിട്ടുള്ളത്. ആ ഒരു ഗ്രേയും വുഡും കളർ തീമാണ് സൈഡ് ബോക്സിന് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടുത്തെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത്. 3 ഡോർ ആയിട്ട് വരുന്ന വാർഡ്രോബാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഗ്രേ വുഡ് കളർ തീം തന്നെയാണ്. ഇവിടെയാണ് മിറർ യൂണിറ്റ്, അതിൻ്റെ ഡ്രോവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കോർണറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു വിനീറിൻ്റെ വർക്ക് ഉണ്ടോ, ഒക്കെ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ട്രാക്ക് കർട്ടനും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനോട് ചേർന്നിട്ട് ഹെൽമെറ്റ് ബോക്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെയർ. ഈ രൂപത്തിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ സൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് മുകളിൽ വെച്ചിട്ട് പറയും. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ബാത്റൂമാണ്. ബാത്റൂമിൽ സാൻഡ് ബ്ലാസ്റ്റ് ഗ്ലാസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അലുമിനിയം ഫ്രെയിമിൽ സാൻഡ് ബ്ലാസ്റ്റ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു 300-160 വീതി വരുന്ന ഒരു ബാത്റൂമാണ്. അവിടുത്തെ ടൈലിൻ്റെ കളർ തീം അതേപോലെ തന്നെ വാൾ മൗണ്ടഡ് ക്ലോസറ്റുമാണ് നൽകിയിട്ടുള്ളത്. ഒരു മൊറോക്കൻ ടച്ച് ടൈലാണ് വാളിൽ ഒരു ബോർഡറായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വെറ്റ് ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് പാർട്ടീഷൻ ആക്കിയിട്ടും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിന് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു നല്ല ഭംഗിയിലൊരു റോയൽ ലുക്കിൽ തന്നെയാണ് ഇവിടുത്തെ വാഷ് ബേസിനും അതേപോലെ തന്നെ അതിൻ്റെ ടാപ്പും നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമാണ്. കയറി വരുമ്പോൾ തന്നെ കാണുന്ന വാളിലേക്കാണ് ഹെഡ് ബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ട് ചാർക്കോൾ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാനലിങ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിൽ 2.10 ഹൈറ്റിൽ ഒരു വുഡൻ ബോർഡർ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ ആ ഒരു വിൻഡോ പാനലിങ്ങും നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ആർച്ച് ഷേപ്പിൽ ഒരു ഡിസൈൻ നൽകി. അതിൻ്റെ ബാക്കിൽ നിന്ന് സ്ട്രിപ്പ് ലൈറ്റ് കൂടി നൽകിയപ്പോൾ ഒരു ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ ഇതിനോട് മാച്ച് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ആ ഒരു കർട്ടനും വന്നിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ടേബിള് നൽകിയിട്ടുണ്ട്. ഓക്കെ, അതിന് ഒരുപാട് ഡ്രോവർ കാര്യങ്ങളൊക്കെ ഈ ഒരു കോർണറിലും നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബോക്സും സംഭവങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സിറ്റിങ്ങും. ആ ഒരു മിറർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഗോൾഡൻ സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. അതിലേക്ക് ആ ഒരു LED ലൈറ്റ് കൂടി ആയപ്പോൾ അല്ലേ, നല്ല ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് മിറർ. പിന്നെ ഈ ഭാഗത്തായിട്ട് ലോങ് കർട്ടനാണ് നൽകിയിട്ടുള്ളത്. ഹെൽമെറ്റ് ബോക്സ് അതേപോലെ തന്നെ ബ്ലാക്ക് ഔട്ട് ഷിയർ എന്നുള്ള രൂപത്തിലാണ് കർട്ടന് വന്നിട്ടുള്ളത്. പിന്നെ കോട്ടന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ അതെ ആ റൂമിൽ കണ്ട അതേപോലെ തന്നെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ 45 സെൻറ്റിമീറ്ററിലാണ് ഹൈറ്റ് നൽകിയിട്ടുള്ളത്. പിന്നെ 10 ഇഞ്ചിൻ്റെ ബെഡും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്കാണ് ഇവിടുത്തെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത്. വാർഡ്രോബിൻ്റെ ഡോറ് സ്ലൈഡിങ് ഡോറാണ് നൽകിയിട്ടുള്ളത്. സ്ലൈഡിങ് ഡോറിൽ തന്നെ ആ ഒരു ഗ്രീന് കാണുന്നത് ഒരു ടെക്സ്ചർ
ടച്ച് വരുന്ന മൈക്ക ഫിനിഷാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ താഴെ മാത്രം ഒരു ഗ്രൂവ് നൽകിയിട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു വുഡൻ ഫ്രെയിമാണ് ഇതിന് വന്നിട്ടുള്ളത്. സീലിംഗ് സിമ്പിളായിട്ട് 4 ഭാഗത്ത് മാത്രം ആ ഒരു ജിപ്സം സീലിംഗ് നൽകി അതിൻ്റെ കോവിലൈറ്റ് കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈസ് 360x420 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തേക്കായിട്ടാണ് ഇതിൻ്റെ ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാത്റൂം നമ്മൾ മറ്റേ റൂമിൽ കണ്ട സെയിം ഡിസൈന് കാര്യങ്ങളാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സ്റ്റെയർ കയറി ഫസ്റ്റ് ലാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ 3 സ്റ്റെപ്പ് കയറി രണ്ടാമത്തെ ലാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വാളിൽ ഒരുപാട് നിശ്ചേരിയ നൽകിയിട്ട് അതിലൊക്കെ വാൾ മോഡൽസ് അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാൻഡ് റെയിലിനെ പറ്റി താഴത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേക്കിലും അതേപോലെ തന്നെ ടഫൻ ഗ്ലാസ്സുമാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെയും നമ്മളെ ആംബിയൻസ് ഒന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രാനൈറ്റാണ്. ആ ഗ്രാനൈറ്റ് തന്നെ ബോർഡറിൽ ത്രൂ ഔട്ടായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ മുകളിലും താഴത്തെ പോലെ തന്നെ മാർബിളാണ്, അരണ വൈറ്റ് മാർബിൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. കയറി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു പാസേജിലാണ് എത്തിയിട്ടുള്ളത്. ഈ ഒരു പാസേജിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഓപ്പൺ ടെറസ് വരുന്നത്. ഇതിനോട് ചേർന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ബെഡ്റൂമും വരുന്നുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു പാസേജിലാണ് ഇവിടുത്തെ അയൺ ടേബിൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല ആൾക്കാർക്കും എങ്ങനെ അയൺ ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അയൺ ടേബിൾ ഏറ്റവും ഒരു സ്പേസ് മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണിത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യം സമയത്ത് ഇതേപോലെ ഇങ്ങനെ താത്തിടാനും പറ്റും. പിന്നെ ആവശ്യം കഴിഞ്ഞാൽ താത്താനും പറ്റും. ആവശ്യം സമയത്ത് ഇതേപോലെ പൊന്തിച്ചിടാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ അയൺ ബോക്സ് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റോറേജ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത്. റോയൽ ടെക്സ് എന്ന കമ്പനീൻ്റെ ടെക്സ്ചർ പെയിൻ്റാണ്. പിന്നെ അതിലൊരു ഗോൾഡൻ ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സീലിങ്ങിലൊക്കെ ഒരുപാട് സ്പോട്ട് ലൈറ്റ് അതേപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാലാണ് നമ്മൾ താഴത്തുനിന്ന് കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ യഥാർത്ഥ ഒരു ഭംഗി കിട്ടുന്നത്. ഒരു റോയൽ ടച്ചിലാണ് ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മുകളിലൊക്കെ ഒരുപാട് സ്കൈ വെൻറ്റിലേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ പോളി കാർബൺ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് വിൻഡോസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ കണ്ട ഈ ഒരു പ്രൊഫൈൽ ലൈറ്റിൻ്റെ അതേ രൂപത്തിൽ തന്നെ ഈ ഒരു കോർണറിലും പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആക്സസ് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് പർഗോള നൽകി അതിനെ പാനലിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പുറത്ത് ഗ്ലാസ്സാണ്. പിന്നെ സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അപ്പർ ലിവിങ് സ്പേസാണ്. ഈ ഒരു 2 ഭാഗത്തായിട്ട് സോഫ സെറ്റ് നൽകിയിട്ടുണ്ട്. അതിലൊരു ടീപ്പോയി നൽകിയിട്ടുണ്ട്. കരിമ്പന കൊണ്ടാണ് ഈ ഒരു സോഫ ഇവർ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. സോഫൻ്റെ ഒരു ഫ്രെയിം നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇവിടുത്തെ സീലിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു വെനീർ വർക്കാണ് മുകളിൽ വന്നിട്ടുള്ളത്. ആ ഒരു വെനീർ വർക്കിൽ തന്നെ മാക്സിമം നല്ലൊരു ഭംഗിയിലുള്ള ഡിസൈന് കൊണ്ടുവരാൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 ഹാങ്ങിങ് ലൈറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് വാൾ മോഡൽസ്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഫാന് നമ്മൾ താഴെ കിച്ചണിലേക്ക് കയറുമ്പോൾ കാണിച്ചെന്ന അതേ രൂപത്തിലുള്ളൊരു ഫാനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസാണ് പരിചയപ്പെടുത്തുന്നത്. അത്യാവശ്യം നല്ല നീളത്തിലും വീതിയിലും വരുന്ന ഒരു ബാൽക്കണി ഏരിയ ആണ്. ഇവിടെ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഹാൻഡ് റെയിൽ നോർമൽ GIൻ്റെ ഹാൻഡ് റെയിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പുറത്തുള്ള ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും. കണ്ട ഒരുപാട് കുട്ടികൾ കളിക്കണില്ല, നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മുകളിൽ നിന്ന് നമുക്ക് വെള്ളത്തിൻ്റെ അതൊരു പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു വീടായതുകൊണ്ട് മുകളിൽ നിന്ന് വെള്ളത്തിൻ്റെ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട്
മുകളിൽ പോളികാർബൺ ഷീറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ ഈ പില്ലർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലാഡിങ് ടൈലാണ് ഈ ഒരു പില്ലറിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു പില്ലറിൻ്റെ ഈ ഒരു ക്ലാഡിങ് ടൈൽ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം, മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. 420x367 ഇതിൻ്റെ സൈസ് നൽകിയിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ ഒരു കിങ് സൈസ് കോട്ട് നൽകിയിട്ടുണ്ട്. ബെഡൊക്കെ 10 ഇഞ്ച് ഹൈറ്റിലുള്ള ബെഡാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ബോക്സ് ആക്കിയിട്ടുള്ള ഇവിടെ കോട്ടാണ് ഇവിടെ അടിച്ചിട്ടുള്ളത്. പിന്നെ സൈഡ് ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോട്ടിനോട് അറ്റാച്ച് ആയിട്ടാണ് ഈ ഒരു സൈഡ് ബോക്സ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഹെഡ് ബോർഡിൽ ത്രൂ ഔട്ടായിട്ട് ചാർക്കോൾ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് പാനലിങ് നൽകിയിട്ടുള്ളത്. അതിലൊക്കെ ആ ഒരു വുഡൻ ബോർഡർ കൊണ്ടുവന്നിട്ടുണ്ട്. വിൻഡോസ് 2 ഉണ്ട്, രണ്ടും പാനലിങ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ റോമൻ കർട്ടനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സീലിംഗ് സിമ്പിളായിട്ടാണ് സീലിംഗ് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ബെഡ്റൂമിന് ബാൽക്കണി കൂടി നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ വാർഡ്രോബ് വന്നിട്ടുള്ളത്. വാർഡ്രോബ് നമുക്ക് ഇതേപോലെ തന്നെ 3 ഡോറ് വരുന്ന രൂപത്തിലാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ സ്ലിം ആയിട്ടുള്ള ബ്ലാക്ക് കളർ ഹാൻഡിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തേക്കാണ് ഇതിൻ്റെ മിറർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു മിറർ യൂണിറ്റ് ഒരു പ്രീമിയം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മിറർ യൂണിറ്റിനോട് ചേർന്നിട്ടാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഗ്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാൻഡ് ബ്ലാസ്റ്റ് എന്നുള്ള ആ ഒരു അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാലും കണ്ട് കാണാത്ത രൂപത്തിലുള്ള ഗ്ലാസ്സാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു 300 സെൻറ്റിമീറ്റർ ഇൻറ്റു 160 സെൻറ്റിമീറ്ററിൻ്റെ ബാത്റൂമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 1 പീസായിട്ട് വരുന്ന യൂറോപ്യൻ ക്ലോസറ്റ് നൽകിയിട്ടുണ്ട്. ഇതിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ബേസിൻ വന്നിട്ടുണ്ട്. വാഷ് ബേസിൻ കൗണ്ടർ ടോപ്പായിട്ട് വരുന്ന വാഷ് ബേസിനാണ്. പില്ലർ കോക്ക് ടാപ്പ് കണ്ട അത്യാവശ്യം നല്ല ലുക്കിൽ തന്നെയുള്ള പില്ലർ കോക്ക് ടാപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു റൗണ്ട് സർക്കിൾ ടൈപ്പ് മിററും അതിൻ്റെ അടുത്തൊരു സ്റ്റോറേജ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കോർണറിലേക്കായിട്ടാണ് ഇവിടുത്തെ വെറ്റ് ഏരിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വെറ്റ് ഏരിയയിൽ നമ്മളെ ഷവർ അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ റൂമിൻ്റെ ബാൽക്കണിയാണ് കാണാൻ പോകുന്നത്. ആദ്യം തന്നെ ബാൽക്കണിയിലേക്ക് പോണ എൻട്രൻസ് ട്രാക്ക് കർട്ടനാണ് നൽകിയിട്ടുള്ളത്. ഇതേപോലെ ബ്ലാക്ക് ഔട്ട് ഷിയർ എന്നുള്ള രൂപത്തിലാണ് കർട്ടൻ നൽകിയിട്ടുള്ളത്. ഇതിനോട് ചേർന്നിട്ടൊരു പെൽമെറ്റ് ബോക്സ് മുകളിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ ഡോറ് ഫുള്ളായിട്ട് GI-ലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഇവിടുത്തെ ബാൽക്കണി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു ചെറിയൊരു 4 അടി വീതിയിൽ വരുന്ന ഒരു ബാൽക്കണിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് 370x450 വരുന്നത്. അത്യാവശ്യം നല്ല നീളത്തിലും വീതിയിലുള്ളൊരു ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂം കാണുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ബെഡ്റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്ലോപ്പ് പ്രൂഫാണ് വരുന്നത് എങ്കിൽ ആ ഒരു സ്ലോപ്പ് പ്രൂഫ് എങ്ങനെ സീലിംഗ് ചെയ്യുക എന്നുള്ളത് പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു സീലിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആ ഒരു സ്ലോപ്പ് പ്രൂഫ് അതേപോലെ നിലനിർത്തിയിട്ട് ഒരു വുഡൻ റീപ്പർ 2 ഭാഗത്തേക്കും നൽകി ബാക്കി ഭാഗത്ത് ജിപ്സം സീലിംഗ് നൽകിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. നമ്മൾ കോട്ടിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കിങ് സൈസ് കോട്ട് നൽകിയിട്ടുണ്ട്. ഹെഡ് ബോർഡ് ത്രൂ ഔട്ടായിട്ട് ഈ ഒരു ചുമരിൽ നിന്ന് ആ ഒരു ചുമരിൽ ഒട്ടി നിൽക്കുന്ന രൂപത്തിലാണ് ഹെഡ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനോട് ചേർന്നിട്ട് തന്നെ സെൻറ്റർ ഭാഗത്തായിട്ട് കുഷൻ വരുന്ന രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള വിൻഡോ പാനലിങ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് റോമൻ കർട്ടൻ നൽകിയിട്ടുണ്ട്. 2 ഭാഗത്ത് കൊടുത്തിട്ടുള്ള സൈഡ് ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലത്തുനിന്ന് കുറച്ച് ഹാങ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലാണ് സൈഡ് ബോക്സ് വന്നിട്ടുള്ളത്. പിന്നെ ഈ റൂമിലെ മിറർ യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഓക്കെ, അപ്പോൾ മിറർ യൂണിറ്റും അതേപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രോവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാലും ഒരാളെ ഫുള്ളായിട്ട് കാണുന്ന രൂപത്തിൽ തന്നെയാണ് മിറർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വാർഡ്രോബ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിൻ്റെ കളർ തീം നേവി ബ്ലൂ ആൻഡ് ഒരു വുഡൻ ടച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രൂസ് നൽകിയിട്ടുണ്ട്. വാർഡ്രോബ് സ്ലൈഡിങ് ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തേക്കാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. ബാത്റൂം നമ്മൾ മറ്റേ റൂമിൽ കണ്ട അതേ പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഹോം ടൂർ നമ്മൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ സന്തോഷമുള്ളൊരു ദിവസത്തിലാണ്
കാരണം നമ്മൾ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളൊരു വീടാണ് നിങ്ങളെ മുന്നിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇവരാണ് ഫാമിലി, സാജിദക്ക അല്ലേ, ഓക്കെ, ഷിജി അവരെ മോളാണ് ഇവർ. നിങ്ങൾ പുറത്താണല്ലേ? ഓക്കെ, എന്താ അവിടെ എന്താ? ഞാൻ 15 വർഷത്തോളമായി UAE ദുബായ് ബിസിനസ് ചെയ്യാണ്. തുടക്കത്തിൽ നമ്മൾ ഈ വീട് എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെ അത് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ കൺസെപ്റ്റ് പ്രകാരം ഇതായി തീരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഷാൻ്റെ സപ്പോർട്ടോടു കൂടി വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്കത് ഒരു ലെവലിൽ എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇപ്പോഴും മനസ്സിലുണ്ട്. പിന്നെ വൈഫിനെന്താ? ഞങ്ങളും ഇത് ഇൻറ്റീരിയർ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു കൺസെപ്റ്റ് പുറത്തു വരുമോയെന്ന്. പക്ഷേ ഫൈനൽ വർക്ക് കഴിഞ്ഞപ്പം വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല നല്ല ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് ഷാൻ. വളരെ നല്ല അഭിപ്രായം തന്നെയാണ്. അതെ അതെ, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓരോ ദിവസം വൈകുന്നേരം ആകുമ്പോഴും ഇന്നിങ്ങനെ വിളിക്കുമായിരുന്നു, ഇത് കയ്യോ ഷാനോ, ഇത് കയ്യോ ഷാനോ. അപ്പോഴും ഞാൻ അവരോട് പറയായിരുന്നു അത് തീരും. കാരണം നമുക്കിത് ഓരോന്ന് കണ്ട് പരിചയം ഉണ്ടല്ലോ, ഇന്ന ദിവസം ആകുമ്പോഴത്തേനും തീരും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ചെയ്ത വർക്കിൽ ഏതൊരു പാർട്ടാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത്? കിച്ചണിൻ്റെ വർക്ക് നല്ല ഇഷ്ടമായി. അതുപോലെ തന്നെ ഈ ഒരു യൂണിറ്റ്, TV യൂണിറ്റും എടുത്തു പറയാനായിട്ട് ഇതൊക്കെ തന്നെയല്ല, അല്ല എല്ലാം മൊത്തത്തിൽ ഇഷ്ടമായേക്കണം. ചെയ്ത വർക്കൊക്കെ എല്ലാം നല്ല ഇഷ്ടമായി. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവും, അതായത് നമ്മളെ ഇതാണ് കയറി വരുന്ന എൻട്രൻസിൻ്റെ ആ ഒരു ഇതൊക്കെ, അതാ സീലിംഗ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഭംഗി വരാം. അതുപോലെ ബെഡിൻ്റെ ഹെഡ് പോർഷനും ഒക്കെ നന്നായിട്ട് കുഷൻ വർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അഭിപ്രായം തന്നെയാണ് ഒക്കെ. നമ്മൾ ചെയ്ത വർക്കിന് തന്നെ നല്ലൊരു റിവ്യൂ കേൾക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ആ വീട് തന്നെ നമുക്ക് ഹോം ടൂർ ചെയ്യാൻ കഴിയാന്ന് പറയുമ്പോൾ അതിനേക്കാൾ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ ടീമിൻ്റെ എല്ലാവർക്കും നല്ലൊരു സന്തോഷം ഉണ്ട്. കാരണം സാജിദക്കാക്കും അവരെ ഫാമിലിക്കും വേണ്ടിയിട്ട് ഇങ്ങനൊരു ഇത് ചെയ്യാൻ പറ്റി എന്നുള്ളത്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് നിങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ ആ ഒരു തലേന്ന് അല്ലേ, വൈകുന്നേരം ടൈമിലാണ് ഞാൻ അവിടുന്ന് പോണത്. അതെ അതെ, അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇവരെ കൂടെ നിൽക്കാൻ പറ്റി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയുണ്ട്. നല്ലൊരു സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാലും ഭയങ്കര സന്തോഷമാണ്. കാരണം നല്ലൊരു സ്നേഹത്തിലുള്ള നല്ലൊരു ഫാമിലിനെ കൂടിയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. അതുവരേക്കും ബൈ.